സാധാരണ ഡയമണ്ട് കട്ടും മധുരമുള്ള ഡയമണ്ട് കട്ടൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കിന്ന് എരിവുള്ള ഡയമണ്ട് കട്ട് റെഡിയാക്കാം കേട്ടോ. ഭയങ്കര എരിവൊന്നുമല്ല കേട്ടോ. ഭയങ്കര എരിവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് മട്ടിക്കും. അപ്പൊ ഒരു നേരിയ എരിവ് വരുമ്പോൾ ഈ പപ്പടത്തിനേലും ഒരു ഇത്തിരിയും കൂടി കട്ട് ചെയ്തിന് വരണുള്ളൂ. അതിങ്ങനെ കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ്. ചായക്കൊക്കെ നമുക്ക് എത്ര തിന്നാലും മടിക്കൂല. എല്ലാവരും വേഗം തന്നെ ഒരു ലൈക്ക് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസിപ്പി നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഡയമണ്ട് കട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂണിന് മുകളിലായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് എള്ള കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ എള്ള ഇട്ട് കൊടുക്കാം. എള്ള കൂടി പോവണ്ട കേട്ടോ. ഒത്തിരി എള്ളായിട്ടുണ്ടെങ്കിൽ നിറച്ച് ഇങ്ങനെ കറുത്ത് കിടക്കും. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാട്ടെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അത് കംപ്ലീറ്റ് എനിക്ക് വേണ്ടി വന്നു കുഴച്ചെടുക്കാൻ. അപ്പൊ നിങ്ങൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അത് അങ്ങനെ തന്നെ അങ്ങ് ഒഴിക്കണ്ട. ഒരു 1/4 ഭാഗം തോളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് അത് എപ്പോഴും വേണ്ടി വരുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ഡോയാട്ടോ നമുക്ക് വേണ്ടത്. 2 കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല, വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും മതി. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്ന് അടിച്ചു കുഴയ്ക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു കുഴ കിട്ടും കേട്ടോ. അതിന് ഇതേമാതിരി ഒന്ന് പൊക്കി അടിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു കുഴ ഉള്ളിലേക്കൊക്കെ കിട്ടും. 10-12 പ്രാവശ്യം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇതൊന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇരിക്കുമ്പോൾ ഇതിന് ബലം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കൂടി കുറച്ചൊരു ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഓയിലൊന്നും വേണ്ട. ഇനി ഇത് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് വയ്ക്കുന്നുള്ളൂ. എനിക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുഴച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി. അതിനുശേഷം ബൗൾസ് ആക്കി ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. ഇപ്പൊ ഞാനിവിടെ കംപ്ലീറ്റ് ഡോയും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ് ഞാൻ പരത്തിയെടുത്തു കേട്ടോ. അത് റെക്കോർഡ് ആയില്ലായിരുന്നു. ഇനി ഞാൻ അടുത്തതാണ് പരത്തുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ബോൾസ് ആക്കി എടുത്തിട്ട് വലുതായിട്ട് പരത്തിയെടുത്താ കേട്ടോ. ഞാൻ പരത്താനുള്ള എളുപ്പത്തിന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാണ് എടുത്തേക്കുന്നത്. പരത്തുമ്പോൾ ഇത്തിരി പൊടിയിട്ട് പരത്താം കേട്ടോ. അത്യാവശ്യത്തിന് മാത്രം ഒരു നുള്ളു പൊടിയിട്ട് പരത്താം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് കറുത്തു പോവും. പരുത്തി കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കാന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എക്സ്ട്രാ ഉള്ള പൊടിയൊക്കെ പോവാനായിട്ട്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരുത്തി എടുക്കണമാതിരി അങ്ങ് പരുത്തി എടുക്കുക. ഇനി എത്രത്തോളം നിങ്ങൾക്ക് കട്ടി കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചാൽ നന്നായിരിക്കും. ഇതേ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് പരുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. പരുത്തിയിട്ട് ഇതേപോലെ നിരത്തി അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഒട്ടി പിടിക്കൂല. എന്നിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഇടാൻ സമയത്ത് മാത്രം ഡയമണ്ട് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ എടുത്താൽ മതി കേട്ടോ. ഇത് ഭംഗിയായിട്ട് കട്ട് ചെയ്യുന്നതും ഇതിന്റെ ഷേപ്പൊക്കെ കറക്റ്റ് ആയിട്ട് ഡയമണ്ട് ആയിട്ടൊക്കെ വരുന്നതൊക്കെ ഓരോരുത്തരുടെ കല അനുസരിച്ചിരിക്കും. ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഒത്തിരി ടൈമൊന്നും നോക്കലില്ല കേട്ടോ. ബാക്കിയുള്ള പരിപാടിയും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഡയമണ്ട് കട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ കറക്റ്റ് ആയിട്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ അതും കൂടി നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇപ്പൊ നമ്മുടെ പിസ്സ കട്ടറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കട്ട് ചെയ്യാൻ ഒത്തിരി സമയം ഞാൻ എടുക്കലില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് ചീഞ്ചട്ടിയിലേക്ക് ഇടാണ്. ഒരു സമയത്ത് ഓയിൽ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ട് ഇരിപ്പുണ്ടാവും. ചട്ടിയിലേക്ക് ഇടാനുള്ള എളുപ്പത്തിന് നമ്മൾ കട്ട് ചെയ്ത ഡയമണ്ട് കട്ടുകൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പരുത്തി ഒത്തിരി സമയം ഇങ്ങനെ ഇട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ബലം പിടിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു 2-3 എണ്ണമൊക്കെ പരുത്തിയ ശേഷം അതിന്റെ ഒപ്പം തന്നെ ഫ്രൈ ചെയ്യലും പരുത്തലും ഒക്കെ കൂടി നടത്താന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. എനിക്ക് വീഡിയോ പിടിക്കണോണ്ട് ഞാൻ ഒരുമിച്ച് ഒക്കെ കൂടി അങ്ങ് പരുത്തിയിട്ട ശേഷം ഫ്രൈ ചെയ്യാൻ ഇട്ടുന്നേ ഉള്ളൂ. ഫ്രൈ ചെയ്യാൻ ഇത് ഒത്തിരി സമയമൊന്നും എടുക്കൂല കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ മതിയാവും. പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. എന്നാൽ തിളക്കുകയും ചെയ്യരുത് കേട്ടോ. ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇടാനായിട്ട്. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒത്തിരി ചൂടായി തിളച്ച് നിൽക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. ഇതായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചു നേരം മുക്കി പിടിച്ച് അങ്ങ് വിട്ട് കഴിഞ്ഞപ്പോൾ മോളി പൊങ്ങി തന്നെ കിടപ്പുണ്ട്. താഴത്തേക്ക് താന്നൊന്നും പോകുന്നില്ല. ഈ ഒരു സമയത്ത് നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം.
ഇട്ടെടുക്കുന്ന സമയത്ത് ഒന്നിനോട് കുട്ടി പിടിച്ച് ഇത്തിരി ഒട്ടി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വിടിയിപ്പിച്ചൊക്കെ കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് അങ്ങ് കരിഞ്ഞു പോയി ഇത് പൊങ്ങി കിടക്കാല്ലേ, താഴത്തേക്ക് താന്നു പോകുന്നില്ലല്ലോ. അപ്പൊ മുകളില് വേവാതെ താഴത്ത് ഇതായിട്ടൊക്കെ കിടക്കും. അതുകൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. 1 മിനിറ്റ് 1.5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, തീ കുറവാന്ന് തോന്നുമ്പോൾ തീ കൂട്ടി കൊടുക്കുക, ഒത്തിരി തീയാന്ന് തോന്നുമ്പോൾ തീ കുറച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ. ഒരു നല്ലൊരു ഗോൾഡൻ കളർ ഇപ്പം ആയിട്ടുണ്ട്. ഇത് ഇരുന്നൊന്ന് മുറുകും കേട്ടോ. ഇരുന്ന് മുറുകി കഴിയുമ്പോൾ ഇത്തിരി കൂടി കളർ വരും. ഒരു റെഡ് കളറൊക്കെ ആവും നമ്മൾ മുളക് പൊടി ഇട്ടേക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ വരിഞ്ഞൊക്കെ വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ട്രിപ്പ് കോരി എടുക്കുമ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് അങ്ങ് ഇടാൻ പറ്റും. ഇടുന്നതിന് മുമ്പ് ചൂടൊക്കെ നോക്കാം കേട്ടോ. അത്യാവശ്യത്തിന് ചൂടുണ്ടായിരിക്കണം, എന്നാലാണ് പൊളിച്ചൊക്കെ വരുള്ളൂ. ഇപ്പൊ ഞാനിവിടെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെ ക്രിസ്പിയാണ്, ഒട്ടും വേവാതെ അങ്ങനെയൊന്നും ഇരിക്കണില്ല. നല്ല പൊടിഞ്ഞു പോകുന്നുണ്ട്, ഭയങ്കര ലൈറ്റ് ആട്ടോ, തൊടുമ്പത്തേനും അങ്ങ് പൊടിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഞാൻ ഇച്ചിരി വേപ്പിലയും കൂടി അതിലേക്ക് ഫ്രൈ ചെയ്തിടുന്നുണ്ട് കേട്ടോ. കുറച്ച് വേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ഫ്രൈ ചെയ്തിടുന്നുണ്ട്. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡയമണ്ട് കട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുള്ള ഡയമണ്ട് കട്ട്, ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ, നമുക്ക് കഴിക്കാവുന്ന എരിവുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എരിവ് കൂട്ടിയിടാം. ഇതിന് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം 3 മാസം വരെയൊക്കെ ഇരുന്നോളൂ കേട്ടോ. അത്രയൊന്നും ഇരിക്കൂല, 2-3 ദിവസം കൊണ്ട് തന്നെ പാത്രം കാലിയാവും. ചിലർക്ക് ഒരു ദിവസം കൊണ്ട്, പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കാലിയാവും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്